വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്താണ്, ഞാനിന്ന് കുറേ കാലത്തിന് ശേഷം മിസ്റ്റർ കണ്ണൻ്റെ നിർബന്ധപ്രകാരം നമ്മളിന്ന് കുക്ക് ചെയ്യാൻ പോവാണ്. കുക്ക് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് എടുക്കാമെന്ന് വെച്ചാൽ കൊറിയൻ നൂഡിൽസ് മേടിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് കാലം മുമ്പ്. അപ്പോൾ ഞാനിങ്ങനെ കുക്ക് ചെയ്യാന്ന് വെച്ചിട്ട് ഇരിക്കും. അപ്പോൾ വന്നാൽ എപ്പോഴും എന്നോട് ചോദിക്കുമ്പോൾ നമുക്കിത് ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഞാൻ പറയും വീഡിയോ എടുക്കുമ്പോൾ ഉണ്ടാക്കാതെ. അങ്ങനെ പറഞ്ഞു ഇന്നൊരു ദിവസം ഞാൻ ചോദിച്ചപ്പോൾ ശരി നമുക്ക് ഇന്ന് ഉണ്ടാക്കാം, ഇനി ഇന്ന് എന്തായാലും വീഡിയോ എടുക്കാം. ഞാൻ കുറച്ചധികം കൊറിയൻ പ്രൊഡക്ട്സിന് ഒരുമിച്ച് എടുക്കാമെന്ന് വിചാരിച്ചത്, പക്ഷെ പറ്റിയില്ല. അപ്പോൾ നമുക്ക് വെച്ചു ഇന്ന് എന്തായാലും അത് ഉണ്ടാക്കി വെക്കാം. എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. ഇതിന് മുമ്പ് ഞാൻ ഷോർട്സിൽ കാണിച്ചിട്ട് ഞാൻ വേറെ ഒരെണ്ണം കപ്പ് നൂഡിൽസ് അവർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റന്റ്. അത് എനിക്ക് തീരെ ഇഷ്ടമായില്ല. അപ്പോൾ എനിക്ക് വലിയ പ്രതീക്ഷയില്ല. എന്തോ എനിക്കറിയാം, ചിലപ്പോൾ എനിക്ക് എൻ്റെ ടേസ്റ്റിന് പറ്റാത്താവുന്നൊക്കെ എൻ്റെ മനസ്സിൽ പറയുന്നുണ്ട്. എങ്കിലും നമുക്ക് ഇന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇന്നത്തെ ഡ്രസ്സ് എന്ന് പറയണത് ഇത് ഞാൻ ഇവിടെ നിന്ന് മേടിച്ചിരുന്നു. അത് എനിക്ക് ഓർമ്മയില്ല, ആമസോണിൽ തന്നെയായിരിക്കും അല്ലെങ്കിൽ അജിയോന്നായിരിക്കും. പിന്നെ ആമസോൺ നല്ല അടിപൊളി സെയിലൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം, ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കാം. പിന്നെ ഞാൻ ഇന്നത്തെ മേക്കപ്പിനെ കുറിച്ചിട്ട് എനിക്ക് അടുത്ത് ഞാൻ വീണ്ടും റീപർച്ചേസ് ചെയ്ത് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളുണ്ട്. അതിനെക്കുറിച്ചൊന്ന് പറയാം. ബിക്കോസ് നമ്മുടെ ബേസിക്കലി മേക്കപ്പ് ചാനലാണല്ലോ, അതിനെക്കുറിച്ച് ഞാൻ പറയാം. അപ്പോൾ നമുക്കിതവിടെ ഞാൻ വർത്തമാനം പറഞ്ഞുകൊണ്ടെങ്കിൽ ഞാൻ ഇവിടെ കുറയ്ക്കും. ഞാൻ എന്തെങ്കിലും സീരിയസ് ആയിട്ട് പറഞ്ഞാൽ ഞാൻ വീണ്ടും കുറയ്ക്കും. അതാണ് എൻ്റെ ലോഡ്. അതൊന്നും ക്ഷമിക്കും നിങ്ങൾ. സോ നമ്മളിന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു 4-5 പ്രൊഡക്റ്റിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് ഇത് ടിപ്സി ബ്യൂട്ടിയുടെ ലിപ്പ് ഓയിലാണ്, കളർ ചേഞ്ചിങ്. ഇത് ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്. ഇതെൻ്റെ രണ്ടാമത്തെ ബോട്ടിലാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. തന്നെ ഇതിൻ്റെ തന്നെ വേറൊരു ഷെയ്ഡ് ഉണ്ട്. അതും എൻ്റെ 2 എക്സ്ട്രാ അടിക്കേണ്ടി, ഇതും 2 എക്സ്ട്രാ അടിക്കേണ്ടി. ബിക്കോസ് എനിക്ക് അത്രയും മിസ് ചെയ്യാൻ പറ്റില്ല എന്നൊരു പ്രൊഡക്റ്റാണ് ഇത്. നമുക്ക് ലിപ്സൊക്കെ ഭയങ്കര ജ്യൂസി ആക്കും. ആൻഡ് ഈ സാധനം മീൻകരമുണ്ട് ശരിക്കും. ആൻഡ് ഈ സാധനം ഇത് ആക്ച്വലി നമ്മുടെ ഡിയർ ഡാർലിംഗ് വാട്ടർ ടിൻറ്റ് എന്ന് പറഞ്ഞിട്ട് എറ്റ്യൂഡ് ഹൗസിൻ്റെയാണ്. ഇത് അടിപൊളിയാണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാട്ടോ. ഇത് ഭയങ്കര നൈസാണ്. ഞാനിത് എറ്റ്യൂഡ് ഹൗസിൻ്റെ കുറേ സാധനങ്ങൾ മുമ്പ് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കുന്നത് ആദ്യമാണ്. ഇത് ആക്ച്വലി കറക്റ്റ് ഡ്യൂപ്പാട്ടോ നമ്മുടെ മറ്റു സാധനമില്ലേ ബെനിഫിറ്റിൻ്റെ. അത് എനിക്ക് ആക്ച്വലി അതിനേക്കാൾ ഇഷ്ടമായെന്ന് എനിക്ക് തോന്നുന്നു. ശരിക്കും നമ്മുടെ ഫേസിൽ പല ടിൻറ്റുകൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ലൈറ്റാണ്, ഒരുപാട് പിഗ്മെന്റ് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ മരുവിൻ്റെ ഭയങ്കര അത് വട്ട കഴിക്കും, ഭയങ്കര രസത്തിൽ എടുക്കണം. ലിപ്സും ആണെങ്കിലും കണ്ണിൻ്റെ ആണെങ്കിലും എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ള പ്രൊഡക്റ്റാണ് ഇപ്പോൾ എടുത്ത് മേടിച്ചത്. പിന്നെ ഇത് കാണിക്കാൻ കാരണം എൻ്റെ കയ്യിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഒരു പെർഫ്യൂമാണ് നമ്മുടെ ഹവായൻ നമ്മുടെ ഒരു ബ്രസീലിയൻ ബ്രാൻഡ് ഉണ്ടല്ലോ, അവരുടെ അവരത് ഒരു ഇത് ഞാനിവിടെ ഫോട്ടോ കൊടുക്കാം. എനിക്ക് അവരെ ഇത് നമ്മ വന്നു പറയും. അപ്പോൾ എനിക്ക് അവരിത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിൻ്റെ ഒരു അടിപൊളിയൊരു ഡ്യൂപ്പാട്ടത് ഈ പ്ലമ്മിൻ്റെ. ഞാൻ മിനി സൈസാണ് വാങ്ങിയത്. കുറേ ആളെല്ലാവരും ഭയങ്കര അടിപൊളിയെന്ന് പറയുന്നു. കാരണം ഇഷ്ടമല്ല, അവന് സ്മെൽ ഇഷ്ടമല്ല. പക്ഷേ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഭയങ്കര ഫേമസ് ആണ്. എനിക്കറിയില്ല ആണൊന്നും ഇഷ്ടമാകുന്നത്, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള സ്മെല്ലാണ്. അത്ര ഫേമസ് ആണ്. ഇപ്പോൾ കാണുന്നത് ഇത് എല്ലാ സെലിബ്രിറ്റീസിൻ്റെ ആയാലും ഇതുണ്ടാവും. ആൻഡ് മൈ ഓൾ ടൈം ഫേവറേറ്റ് ടാറ്റു ബ്രോസ്. ഞാൻ വീഡിയോ എടുത്ത് തുടങ്ങിയാൽ അവിടെ അമ്മ സംസാരിക്കും, അച്ഛൻ സംസാരിക്കും, ലോകം കുറയ്ക്കും. ടാറ്റു ബ്രോസ് ഒരുപാട് പേരിനോട് ചോദിക്കാറുണ്ട് എൻ്റെ പണ്ടത്തെ ബ്രോസ് കണ്ടിട്ട് ബ്രോ മറ്റേ മൈക്രോബ്ലേഡ് ചെയ്തോന്നൊക്കെ. അതേ എഫക്റ്റ് ചെയ്യുന്ന സെയിം ഒരു പ്രൊഡക്റ്റ് ആണിത്. സോ നിങ്ങൾക്ക് ഇത് മേടിച്ചാൽ മതി, വേറെ മറ്റേത് മേടിക്കേണ്ട ആവശ്യമില്ല. ആൻഡ് എൻ്റെ ഫേവറേറ്റ് നോക്കൂ, എൻ്റെ ഇത് കേട്ടോ ഇപ്പോഴത്തെ മേടിച്ചാണ്. ഇത് നമ്മുടെ ലാക്മിയുടെ 925. അത്യാവശ്യം കുറച്ച് ലോങ് ലാസ്റ്റ്, ഭയങ്കര ലോങ് ലാസ്റ്റ് പറയുന്നത്, എന്നാൽ അത്യാവശ്യം കുറച്ച് ലോങ് ലാസ്റ്റ്. ബിക്കോസ് ഇതിനേക്കാൾ വേസ്റ്റ് ആയിട്ടുള്ള നെയിൽ പോളിഷ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം കുറച്ച് ലോങ് ലാസ്റ്റ് ടൈം. ഇത് അവരുടെ മറ്റേ സംഭവം എനിക്കിപ്പോൾ അടുത്ത് മേടിച്ചില്ലെങ്കിൽ ഭയങ്കര ഇഷ്ടമായി. കുറച്ച് സാധനങ്ങളാണ് ഞാൻ കാണിച്ചത്. കുറേയൊക്കെ റീസ്റ്റോക്ക് ചെയ്താണ്. അപ്പോൾ ഇതൊക്കെ റീസ്റ്റോക്ക് ആണ്. ഇതൊക്കെ ഞാനിപ്പോൾ അടുത്ത് മേടിച്ചതാണ്. ഇതൊക്കെ ഇതിൽ കുറച്ചൊക്കെ മുമ്പ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഒക്കെ റീസ്റ്റോക്ക് ചെയ്ത ഒരുപാട് സാധനങ്ങളാണ്. ഇതെല്ലാം തോന്നുന്നു ഈ ലാക്മിയുടെ 95 ഈ സാധനം മാത്രമാണ് ഞാൻ ആദ്യം മേടിക്കുന്നത്. ബാക്കി 3 മുമ്പ് മേടിച്ചിട്ടുണ്ടായിരുന്നതാണ്. സോ അത്രേ ഉള്ളൂ. നമുക്ക് നമ്മുടെ കുക്കിംഗ് കാര്യങ്ങളിലേക്ക് കിടക്കാം. ഐ ഓൾസോ ബോട്ട് ദിസ് വാച്ച്. ഓക്കെ, ഞാനൊരു വാച്ച് പേഴ്സൺ അല്ല. ഇപ്പം ഞാൻ അവിടെ നിന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ വലിയ വാച്ച് എനിക്കിഷ്ടം, പക്ഷെ എനിക്ക് വലിയ വാച്ച് കിട്ടി എൻ്റെ കൈ ഭംഗി ഉണ്ടാവാറില്ല. എനിക്കത് തോന്നാറുണ്ട് ചില സമയത്ത്. പക്ഷെ ഞാനൊരു കുഞ്ഞ് ടൈറ്റൻ്റെ വാച്ച് മേടിച്ചു. ഇപ്പോൾ ഇത് കുറച്ച് പഴയ മോഡലാണ്, പക്ഷെ ഇതിപ്പോൾ റെട്രോ ആയി. ഇപ്പം ഞാൻ നോക്കുമ്പോൾ ഇത് വാങ്ങാൻ തന്നെ കാരണം ഞാനൊരു വീഡിയോയിൽ നോക്കുമ്പോൾ ഒരു പെൺകുട്ടി ഭയങ്കര അടിപൊളി സ്റ്റൈലിംഗ് ഒക്കെ ചെയ്യുന്നതാണ്. അവൾ വാച്ച് കെട്ടി കണ്ടു. അപ്പോൾ ഞാൻ പൊതുവെ വാച്ച് പേഴ്സണേ അല്ല. എൻ്റെ ആകെ ഞാൻ കൊളാബ് ചെയ്ത ഡാനിയൽ മിലിറ്ററിൻ്റെ 1-2 വാച്ചാണ്. പിന്നെ ആരെങ്കിലും എനിക്ക് ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഉണ്ടാവുള്ളൂ. അതിൻ്റെ ഞാൻ ആർക്കെല്ലാം കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഏതൊരു വാച്ചൊക്കെ നല്ല വിലയുള്ളതൊക്കെ ഞാൻ ആർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആകെയൊക്കെ 1-2 വാച്ചുകളുള്ളൂ. ഞാൻ എന്നിട്ട് ആ വാച്ച് പോലും ഞാൻ കിട്ടില്ല. സോ ഇതെനിക്കൊന്ന് ആഗ്രഹം തോന്നിയിട്ട് ഞാൻ മേടിച്ചു. ഇപ്പോൾ ഇത് ഭയങ്കര ഇന്നായിട്ട് തുടങ്ങിയിട്ട് കേട്ടോ. ഇതും ഭയങ്കര ഓഫറുണ്ട് കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്തോക്കെ ആമസോണിൽ മേടിച്ചാണ്. നമുക്ക് നല്ല രസമല്ലേ?
അത്രേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ പറയാൻ മറന്നുപോയി. ഞാൻ കുക്ക് ചെയ്യുന്നതായിരിക്കില്ല, റോഷൻ ചെയ്യാനായിരിക്കും കുക്ക് ചെയ്തിട്ടുണ്ടാവുക. എനിക്ക് വലിയ താല്പര്യമില്ല കുക്ക് ചെയ്യാൻ, സത്യം പറയാം. എനിക്ക് ഈ ഇഷ്ടമില്ല ധൈര്യം കുക്കിക്ക്. അപ്പോൾ അവനായിരിക്കും ചെയ്യുന്നുണ്ടാവുക. പിന്നെ എനിക്ക് അത്രയും ഇൻട്രസ്റ്റ് ഒക്കെ വേണം, അതല്ലാതെ ഞാൻ അങ്ങനെ ചെയ്യുന്നതല്ലാതെ. ഇതാണ്ട് നമ്മുടെ കൊറിയൻ നൂഡിൽസ്. ഓ ഗൈസ്, ഞാൻ വിചാരിച്ച പോലെയല്ല, ഇതിൽ കുറേ കുഞ്ഞു സാധനങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഇതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് കഴിച്ചു നോക്കാം. നമുക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ ഒന്ന് ഡ്രസ്സ് മാറി ഗൈസ്. വീണ്ടും എനിക്കൊരു ഈ ഡ്രസ്സിന് പോകുന്നുണ്ട്. ഞാനുള്ളൊരു ടീഷർട്ട് ടോപ്പുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിനകത്ത് നോട്ട് ഐ ജസ്റ്റ് കട്ട് മൈ ഹെയർ. ഞാൻ അതിൻ്റെ ഫോട്ടോ ഇവിടെ കൊടുക്കാം കേട്ടോ. അതൊരു ദുരന്തമായിരുന്നു. ബിക്കോസ് എനിക്കൊരു വർക്കിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തതാണ്. പക്ഷെ ഞാനതിൽ വിചാരിച്ച പോലെയല്ല. ഈ പണ്ട് ബാങ്ക്സ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ മറ്റേ പടമൊക്കെ ഇറങ്ങിയിട്ടുണ്ടല്ലോ, അതൊരു പ്രാമില്ല. അത് കണ്ടപ്പോൾ എനിക്ക് നല്ല ഇൻട്രസ്റ്റ് തോന്നി. പക്ഷെ പണ്ട് തൊട്ടേ എനിക്കെപ്പോഴും ബാങ്ക്സുള്ള ഒരാളാണ്. വേറൊരു കാര്യം ഫ്ലുക്കായിരുന്നു. പക്ഷേ ഇത് വെട്ടിയപ്പോൾ എനിക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട്. ഞാൻ അത്ര ചെറുതാക്കാനും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് ആൾക്കൊരു അബദ്ധം പറ്റിയതെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട. അതിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല, ഞങ്ങളുടെ ഫോട്ടോയിൽ കൊടുക്കാം. ഇപ്പോൾ ആക്ച്വലി എന്നുവെച്ചാൽ അതങ്ങനെ വെട്ടിയാലൊന്നും ഇങ്ങനെ ഇടാൻ പറ്റും. ഇങ്ങനെ തന്നെ എപ്പോഴും കിടക്കില്ല. അതുകൊണ്ട് പിന്നെ അതിൽ കുഴപ്പമില്ല. ഉണ്ടോ, എനിക്കത് മനസ്സിലാവുന്നുണ്ടാവില്ല. ബിക്കോസ് ഇപ്പോൾ ഞാനത് വയർത്തിന് മുടി ഇപ്പോൾ വാഷ് ചെയ്യാറായിട്ടുണ്ട്. എൻ്റെ നോർമൽ ഹെയർ ടെക്സ്ചറിലല്ല ഇരിക്കുന്നത്. ഞാനിവിടെ ഫോട്ടോ കൊടുക്കാം കേട്ടോ, നിങ്ങൾക്ക് മനസ്സിലാവില്ല ഇതാണ് അവസ്ഥ. മാൻ ഐ ഹാവ് ബീൻ 55 ആണ് എൻ്റെ വെയിറ്റ്, വിച്ച് ഈസ് എൻ്റെ മോസ്റ്റ്. ജീവിതത്തിൽ തന്നെ ഇത്ര വെയിറ്റ് വന്നിട്ടില്ല. സോ ഐ നീഡ് ടു പുട്ട് ഡൗൺ ഇറ്റ് ടു 50 or at least 52. അതിനൊരു ഡൗൺ ചെയ്യണം. ബട്ട് വലിയ കുഴപ്പമില്ല. ഇപ്പോൾ ഐ ഫീൽ ചബി ക്യൂട്ട്. പിന്നെ ഞാൻ കുറേ ദിവസം കഴിഞ്ഞൊരു മാസം സ്ട്രെസ് ഈറ്റിംഗ് ആയിരുന്നു. എനിക്ക് സ്ട്രെസ് എനിക്ക് വെച്ചാൽ ടെൻഷൻ വന്നാൽ അല്ല പേടി വന്നാൽ ഞാൻ ഭക്ഷണം കഴിക്കില്ല. പക്ഷെ സങ്കടം വന്നാൽ ഞാൻ കഴിച്ചുകൊണ്ടേയിരിക്കും, സ്ട്രെസ്സിൻ്റെ ഇടയിൽ പോകൊണ്ടിരിക്കും അങ്ങനെ. പക്ഷെ ഇപ്പോൾ ഒരു 1 വീക്കോളായിട്ട് ഞാൻ കുറച്ച് 2 ഷുഗറൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം തന്നെ നമ്മൾ വെയിറ്റ് കുറഞ്ഞില്ലെങ്കിൽ നമ്മുടെ ബോഡിക്കാണ് ഒരു സാധനം വരും. മുമ്പ് ഇങ്ങനെയായിരുന്നു, ഇപ്പോൾ ഒന്ന് ഒതുങ്ങിയുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് വർക്കൗട്ടിനൊക്കെ പോയി ജിമ്മിലൊക്കെ പോയിട്ട് നമുക്ക് വീണ്ടും വീട്ടിലെത്താം. ആദ്യം എനിക്ക് പേടില്ല, എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ഉണ്ട്. ഈ ഒരു 55 to 50 ഒക്കെ ജിമ്മിൽ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് സെറ്റാവുന്ന കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് പണിയെടുക്കാൻ മതി. ജിമ്മിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് ഇൻട്രസ്റ്റ് വരുള്ളൂ. സോ ഞാനിപ്പോൾ ഭയങ്കര രസമാണ്. നിങ്ങളോട് എത്ര കാലം പറഞ്ഞിരിക്കണം. ഞാൻ ജിമ്മിൽ പോകും, പെരുവർക്കും 52, 50 ആവും. പിന്നെ വീണ്ടും ഫുഡിലേക്ക് വീണ്ടും കുറയ്ക്കും. ഒക്കെ ഇങ്ങനെ എൻ്റെ കാര്യങ്ങൾ പോകുന്നത്. പക്ഷേ ഒരു മാക്സിമത്തിൽ ഒരു 55 ആയിക്കഴിഞ്ഞാൽ ഞാൻ പിടിക്കും. പിന്നെ സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ, ബിക്കോസ് എനിക്ക് പറ്റില്ല. അതാണ് ആദ്യം ഞാൻ ചെയ്യുന്ന ഒരു അല്ല. അതുവരെ ഞാൻ കുറച്ച് മടി പിടിക്കും, പിന്നെ വീണ്ടും കുറയ്ക്കും, പിന്നെ വീണ്ടും അങ്ങനെ ഓക്കെ. സോ ഇപ്പോൾ കണ്ണനെ അവിടെ ഉണ്ടാക്കുന്നുണ്ട്. എനിക്ക് വലിയ താല്പര്യമില്ല. ബിക്കോസ് ഞാൻ എന്നാലും ഉണ്ടാക്കി എനിക്ക് വലിയ ടേസ്റ്റ് ഒന്നുമില്ല. ഈ കൊറിയൻ തന്നെ വേറൊരു ടൈപ്പ് ഓഫ് നൂഡിൽസ്. പക്ഷേ അതുകൊണ്ട് പാവം ഉണ്ടാക്കുന്നുണ്ട്, അവന് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടായിട്ട് അതുണ്ടാക്കി സെറ്റാക്കട്ടെ. ചെയ്തിട്ട് കിട്ടുന്നില്ല. ടേസ്റ്റ് ഉണ്ട്, അന്നുണ്ടാക്കിയ പോലെയല്ല. അമ്മത് ടേസ്റ്റ് ഉണ്ട്. ഫോട്ടോ അപ്പൊ ആലടുപ്പ് ഞങ്ങളിപ്പോ നോണ് പറയണ്ട്. സത്യം പറയും. ചൂല് മാറ്റാ ആദ്യം കഴിക്കേ. എരിയുണ്ട് കേട്ടാ. ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ട്. ടേസ്റ്റ് ഉണ്ടാ മറ്റേത് പോലല്ലോ. എനിക്കിഷ്ടായി, എനിക്ക് ശരിക്കും ഇഷ്ടമായി. എനിക്ക് മാത്രമാണ് ഇഷ്ടമായത്. ഇനി നിനക്ക് കഴിച്ചാൽ നിനക്ക് ഇഷ്ടമായില്ലേ? അങ്ങനെ അവന് എനിക്ക് ഇഷ്ടമൊന്നുണ്ടായിരുന്നു. മറ്റേ ഒരു ബിസ്ക്കറ്റ് പോലത്തെ സാധനം നമുക്ക് ഇഷ്ടമായില്ലേ? കൊറിയത്തെ അത് അവന് ഇഷ്ടമായില്ല. അച്ഛൻ എടുക്കാൻ പറ്റാ ലോകനോട്. അയ്യോ ഞാൻ മിണ്ടിയാ പോകുന്നുണ്ട്. കുട്ടിക്ക് കൊടുക്കേണ്ട ഫുഡ് ഉണ്ട്, അത് കൊടുക്കണ്ട്. അതല്ലാതെ ഈ ബിസ്ക്കറ്റ് മറ്റേ സാധനങ്ങളൊന്നും കൊടുക്കാൻ പാടില്ല. നമ്മൾ സ്നാക്ക് അവന് മേടിച്ചു കൊടുക്കണ്ടല്ലോ. നല്ല ടേസ്റ്റ്.
അത് നീ ഇതിന്റെ മറ്റേത് കഴിക്കാത്തോണ്ട് അത് കഴിച്ചത് നിനക്ക് നല്ല ടേസ്റ്റ് തോന്നുന്നത് അത്രയും കൊള്ളൂലായിരുന്നു. സോ ഗുഡ്, അടിപൊളി. എനിക്ക് ഭയങ്കര ഇഷ്ടം. ട്രൈ ചെയ്തവിടെ നല്ല എരിവുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടം. നല്ല എരിവുണ്ട്. പക്ഷെ ചുണ്ടുകൂടൊക്കെ മറ്റേ സാധനം ചോപ്സ്റ്റിക്കാ. എന്റെ എല്ലാ വീഡിയോയിലും അമ്മ അടിച്ചു വരുന്നുണ്ടോ? വീട്ടിലടിച്ചു വരുന്നില്ല മനസ്സിലായി. എല്ലാ വീഡിയോയിലും അമ്മ അടിച്ചു വരുന്നുണ്ട്. നിന്റെ സമയത്തിന് അടിച്ചു നല്ല എരിവുണ്ടാ. കുറച്ച് അച്ഛനോട് മതി നിങ്ങൾ തിന്നത്. സോ ഗൈസ് അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാക്കി ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. ഇത് കുറച്ച് ലിപ്സ്റ്റിക് അല്ല, കുറച്ച് ചോന്നുണ്ട്. നല്ലൊരുണ്ട്. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാക്കി ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പം അടുത്തൊരു